രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് കറിക്ക് ചേന തീയലാണ്. തീയൽ തേങ്ങ വറുത്തരച്ച് നമുക്ക് കൊണ്ടുവരാം. ചേന ചെത്തി ഫ്രഷാക്കി കൊണ്ടുവരാം. ഇത് തീയൽ വെച്ച് കാണിക്കാം. ആരെങ്കിലും ഇത് വെച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ ചെയ്യണം. ചെറുള്ളി ഇട്ടാണ് വറക്കുന്നത്. ഇച്ചിരി കറിവേപ്പില വേണം. പിന്നെ ലേശം ഉലുവയാണ് ഇടുന്ന ചേന തീയലായുണ്ട്. വാളംപുളി പിഴിഞ്ഞൊഴിക്കാം. തക്കാളി ഇടുന്നതിലും നല്ല ഒന്നുകൂടെ നല്ല ടേസ്റ്റ് കിട്ടും. വാളംപുളി ആകുമ്പോഴത്തേന് തേങ്ങ മൂത്ത് നമുക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇടാം. പൊടിയായതുകൊണ്ട് ഇത് മൂത്തിട്ടേ ഇടാവുള്ളൂ. മുളക് പൊടി ഒരു ഒന്നര സ്പൂൺ മതി. എരിവ് ഒത്തിരി വേണ്ട. തീയല. ഇനി ഇത് നന്നായിട്ട് അരച്ച് കൊണ്ടുവരാം. ആവശ്യത്തിനുള്ള ചാറ് ഒഴിച്ചു. പുളി പിഴിഞ്ഞ വെള്ളം കൂടി ഒഴിക്കും. കുറച്ച് വെള്ളം കൂടി വേണം. കണക്കിന് മതി. അത് കഴിഞ്ഞ് നിന്ന് കുറുകിയാൽ മാത്രം മതി. ഇത് തിളയ്ക്കുന്നതിന് അപ്പോൾ ആ സമയത്തിന് എനിക്ക് ലൈക്ക് ചെയ്യലാരും സബ്സ്ക്രൈബ് ചെയ്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സബ് ചെയ്യണം. താളിച്ചും കൂടെ ഒഴിച്ചേക്കാം. എണ്ണ ചൂടായി വന്ന് നമ്മുടെ കടുക് അങ്ങിട്ടേക്കാം. നല്ല വെയിലുറച്ചിട്ടുണ്ട്. എല്ലാവരും ഡ്രസ്സൊക്കെ ഉണക്കുന്നവരൊക്കെ വെയിലത്തിടുന്ന്. നമ്മുടെ കടുക് തളിച്ച ശേഷം നമ്മുടെ തീയൽ ഇവിടെ റെഡിയാവുകയാണ്. സൂപ്പർ തീയല. ചേന തീയൽ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. പച്ചമോരുണ്ട്, അത് ഇനി കലക്കണം. അപ്പം നമ്മുടെ കടുക് പൊട്ടിക്കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഉള്ളി ഇടുവാണ്. ഉള്ളി ഇട്ടേക്കാൻ. കടുക് പൊട്ടി തീർന്നു. ഒരു ശകലം കറിവേപ്പിലയും കൂടി. കറിവേപ്പിലയോ അപ്പോൾ പറയാം. അല്പം ഒഴി. ഇനി നമ്മളിത് മൂപ്പിച്ചങ്ങോട്ടങ്ങ് ഒഴിച്ച്. അപ്പം നമുക്ക് ഒരിക്കൽ കൂടി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ഇത് മൂത്ത് ചുമന്ന് കിട്ടി ഈ ഒട്ടാക്കി ഇതിലോട്ട് നമ്മൾ കറി